everyone, this is Selvina here. Welcome back to my YouTube channel. So ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ജ്വല്ലറി പീസസിനെ പറ്റിയാണ്. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്വല്ലറി കളക്ട് ചെയ്യാൻ. പക്ഷെ നമ്മൾ എല്ലാ ജ്വല്ലറിനെ പറ്റി ഇന്ന് സംസാരിക്കുന്നില്ല. വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ ജ്വല്ലറി ദാറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട്. ആദ്യം തന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഭയങ്കര ഒരു സ്പെഷ്യൽ പീസാണ്. ഞാൻ ദുബായിൽ വന്നിട്ട് ഒരു പ്രോപ്പർ ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ സാലറി കൊണ്ട് ഞാൻ വാങ്ങിയ ഒരു ഫേവറേറ്റ് ജ്വല്ലറിയാണ്. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ടൈപ്പ് ഓഫ് ജ്വല്ലറി ട്രെൻഡിങ് ആയി തുടങ്ങുന്ന സമയമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഈ ടൈപ്പ് ഓഫ് ജ്വല്ലറി. ഇതൊരു ചെയിൻ നെക്ലസ് ആണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ആ സമയത്ത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് നോക്കിയിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ ഇടാറുണ്ട്, ഇതുപോലെ ഇടാറുണ്ട്. ദിസ് ഇസ് 14 കാരറ്റ് ഗോൾഡ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 18 കാരറ്റ് ഗോൾഡിൻ്റെ കുറേ ജ്വല്ലറി ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ 18 കാരറ്റിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന 14 കാരറ്റാണ്. 18 കാരറ്റ് പെട്ടെന്ന് നമ്മൾ വിയർപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കളറ് പോവും, അത് ബ്ലാക്ക് കളറാവും. എത്ര നല്ല ഡിസൈൻ ആണെങ്കിലും നമ്മൾ എത്രയ്ക്ക് ശ്രദ്ധിച്ചാലും അതിൻ്റെ കളറ് പോവും. നാട്ടിൽ ഞാൻ ഒരിക്കൽ ഇട്ടിട്ട് പോയപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, മോളെ എന്താ കഴുത്തിൽ ചങ്ങലയാണോ, കഴുത്തിൽ എന്താ ഇത് പട്ടിച്ചങ്ങല പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇയാളെന്താ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചെങ്കിലും ഇൻ എ വേ ഇറ്റ്സ് ട്രൂ, ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പീസസ് എവർ. ഐ വിൽ ഓൾവേസ് കീപ് ഇറ്റ് സ്പെഷ്യൽ. രണ്ടാമത്തെ പീസ് ഇസ് ഈക്വലി സ്പെഷ്യൽ ടു മീ. കഴിഞ്ഞ വർഷം ഒരു ഫാമിലി ട്രിപ്പ് പോയപ്പം ഞങ്ങൾ അർമേനിയ പോയ സമയത്ത് ഇതൊരു വലിയ ഡിസൈൻ വൈസ് ഒന്ന് നോക്കിയത് ഒരു ഭയങ്കരമായ ഡിസൈനുള്ള മാലയോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവോ ഒന്നും അല്ല. സെയിം തിങ് യു ക്യാൻ ഗെറ്റ് ഇൻ UAE, യു ക്യാൻ ഗെറ്റ് ഇൻ ഇന്ത്യ, യു ക്യാൻ ഗെറ്റ് ഇൻ എനിവെയർ ഇൻ ദ വേൾഡ്. പക്ഷേ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ചെയിൻ ഇസ് വി വർ ഗോയിങ് ഫോർ ലൈക്ക് ലിറ്റിൽ വിൻഡോ ഷോപ്പിംഗ്. അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലും പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന മാർക്കറ്റിലൊക്കെ ഞങ്ങൾ പോയപ്പം വി ഗേവ് സം പോക്കറ്റ് മണി ടു ആഡം. എന്നിട്ട് പറഞ്ഞു യു ക്യാൻ ബൈ വാട്ട് എവർ യു വാണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കളിക്കുന്ന സാധനങ്ങൾ അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ കാണാതെ ഹി ജസ്റ്റ് ഡിസപ്പിയർഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഹി കോൾ മീ ആൻഡ് സെഡ് ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു, ഐ ബോട്ട് സംതിങ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് എൻ്റെ കഴുത്തിലിട്ട് തന്ന മാലയാണിത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ റെഡ് ബീഡഡ് ചെയിൻ. ചെറിയൊരു സ്പാർക്കിളുണ്ട് ഇതിന്. ലൈറ്റ് അടിക്കുമ്പോൾ ഇത് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇത് സ്പാർക്കിളാവും. ഇവൻ ദോ ലൈക്ക് ബ്യൂട്ടി ഇൻ സിംപ്ലിസിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു മാലയായത്. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കളർ. വെൻ യു വെയർ ഇറ്റ് ഓൺ യുവർ ബ്രൗൺ സ്കിൻ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ ടു മീ. മേ ബി അവൻ എനിക്ക് തന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് അത്ര സ്പെഷ്യലായിട്ട് തോന്നില്ല. ബട്ട് ഇറ്റ് റിയലി ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ ഇത് അവൻ വാങ്ങി തന്നതിന് ശേഷം for the entire trip I was wearing this with whatever jewelry I was wearing. ഇത് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തു. This is one of my favorite pieces. The next piece is also very special, but this is more like a classic piece. I got it from my aunt. She was my first fashion icon. ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കാണുന്നതും ആദ്യമായിട്ട് സ്ലീവ്ലെസ് സാരി ബ്ലൗസ് പിന്നെ പാൻസ് ജീൻസ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ട് ഡെയിലി ഫാഷനബിൾ ആയിട്ട് ഞാൻ കണ്ട ചെറുപ്പത്തിൽ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഞാൻ കണ്ടൊരു വ്യക്തിയാണ് എൻ്റെ ആൻറ്റി. ഷി വർക്ക്ഡ് in the military and she was like traveling around all over India at that time. So this chain she gave it to me. ഇതിൽ ആഡം കുറച്ച് കളറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. This chain she used to wear with sari, like I'll show you. Maybe you can imagine how beautiful it would look with an organza sari or a pink sari or red sari. So you can wear it like this, like as a one piece chain. This is how I like to wear it. When I decided to make this video about jewelry, this one came to my mind instantly. സാരിയുടെ കൂടെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, but this is one of my favorite pieces. നെക്സ്റ്റ് പീസ് ഒരു കമ്മലാണ്. നമ്മൾ ഇതുവരെ കമ്മലൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ കുറേ തപ്പി നടന്ന് എനിക്ക് കിട്ടിയൊരു കമ്മലാണ്. ഇറ്റ്സ് റിയൽ സിൽവർ ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതും ഒരു ക്ലാസിക് പീസായിട്ട് നമുക്ക് സാരിയുടെ കൂടെ ഓർഗാൻസ കോട്ടൺ സാരി, പ്ലെയിൻ കോട്ടൺ സാരി, കട്ട് വർക്കുള്ള സാരിയുടെ കൂടെ കിട്ടാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ദിസ് ഹൗ ഇറ്റ് ലുക്സ്. ആകാശ നീല പോലത്തെ ഒരു സ്റ്റോണും അതിൻ്റെ പുറത്തൊരു പേളും ഉണ്ട്. ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സിൽവർ ബേസിലാണ്. ഇത് എനിക്ക് ഇതേ കളറിലുള്ള ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചുരിദാറിൻ്റെ കൂടെ എന്തിനാണ് ഈ കമ്മൽ ഞാൻ അന്വേഷിച്ച് നടന്നതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ആ ചുരിദാറിൻ്റെ സെയിം കളർ കമ്മൽ വേണമായിരുന്നു. അങ്ങനെ തപ്പി കുറേ കടയിലൊക്കെ പോയിട്ട് ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. ദിസ് ഇസ് നോട്ട് വെരി സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ഇടാൻ പറ്റില്ല, ബട്ട് I think it's a very unique piece and I really love it. Next jewelry is very special to me. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയതുകൊണ്ടാണ്.
അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ജ്വല്ലറി. ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ പോയപ്പം വടകര മറ്റേ സർഗാലയ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് പല പല ആർട്ടിസാൻസിനെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ, അത് നമ്മളെ നാട്ടിലുള്ള ആർട്ടിസ്റ്റ് മാത്രമല്ല പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളും കൂടി വന്നിട്ട് അവരുടെ ഹാൻഡ് മെയ്ഡ് പീസസ്, യുണീക്ക് ആയിട്ടുള്ള അവരുടെ നാട്ടിലെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്മളെ നാട്ടിലെ ആർട്ടിസ്റ്റും ഉണ്ട്, അതുപോലെ വേറെ നാട്ടിലുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ചുറ്റും നടന്നൊക്കെ കാണാൻ പോയ സമയത്ത് വി മെറ്റ് ദിസ് ആർട്ടിസ്റ്റ്. ഐ തിങ്ക് ഹീസ് ഫ്രം ജോർഡനിലുള്ള ഒരു അപ്പനായിരുന്നു. സ്വീറ്റ് ആയിട്ട് ചിരിക്കുന്ന ഒരു അപ്പൻ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പം ഫസ്റ്റ് ആയിട്ട് എൻ്റെ കണ്ണ് ഉടക്കിയത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യുണീക്ക് ഡിസൈൻ. ഇത് റിയൽ സിൽവർ ആണ്. അപ്പൂപ്പൻ കൈ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇറ്റ്സ് ഹാൻഡ് മെയ്ഡ്, കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി. അതുകൊണ്ട് വേറെ പീസൊന്നുമില്ല. ഇതിൻ്റെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെ ഹൈലി പോളിഷ്ഡ് ഒന്നുമല്ല, ഒരു മാറ്റ് ഫിനിഷാണ്. ബട്ട് ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. ഈ ഒരു സാധനം മാത്രം ഇട്ടാൽ മതി നമുക്കൊരു ഔട്ട്ഫിറ്റ് എലിവേറ്റ് ചെയ്യാനായിട്ട്. ദിസ് ഇസ് from my favorite Appupan. It looks very dainty. So this is my another most used favorite jewelry. ഇത് 18 karat gold ആണ്. മോണിക്ക വിനാൻഡർ എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് ബ്രാൻഡ്. അവരുടെ PR ലിസ്റ്റിൽ ഞാൻ കയറി. അങ്ങനെ 10 പൈസ കൊടുക്കാതെ അവരെനിക്ക് ഫസ്റ്റായിട്ട്, അവരുടെ ഫസ്റ്റ് ആയിട്ട് എനിക്കൊരു മാലയെ കിട്ടിയത്. പക്ഷേ അതിൻ്റെ കളർ പോയി. ദിസ് ഇസ് വാട്ട് ഐ സെറ്റ്, 18 karat gold. ഇഫ് യു വെയർ ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്, ഹൗ മച്ച് അവരും ടാർണിഷ് ഫ്രീ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ചങ്കി ഗോൾഡ് ഇയറിംഗ്സ് സെൻഡ് ടു മീ ഇൻ ദുബായ്. ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ദിസ് ജ്വല്ലറി. ഞാൻ ഈ ജ്വല്ലറി മാത്രമേ സംടൈംസ് ഇടാറുള്ളൂ. ഇറ്റ് എലിവേറ്റ്സ്, ഇറ്റ് ലുക്സ് വെരി ക്ലാസി, ഇറ്റ് ലുക്സ് സോ പ്രിറ്റി, ഇറ്റ് ഗോസ് വിത്ത് ഓൾ ദ ഔട്ട്ഫിറ്റ്സ്. ഇറ്റ്സ് വെരി ഈസി ടു വെയർ, ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ്, ഇതിനൊട്ടും കട്ടിയില്ല. ദിസ് വൺ ഇസ് മൈ ഫേവറേറ്റ്. അടുത്തത് ഒരു മാലയാണ്. ദിസ് വാസ് മൈ ഫേവറേറ്റ് മാല, പക്ഷേ ഇത് നശിച്ചു പോയി. ഇതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് അവർ PR മോണിക്ക വിനാൻഡർ എനിക്ക് അയച്ചു തന്നത്. സോ അഗെയിൻ ഇറ്റ് വാസ് ടോട്ടലി ഫ്രീ. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം ദം ഇൻ എക്സ്ചേഞ്ച് ഫോർ റിവ്യൂ. ഇതെനിക്കൊരു വിൻറ്റേജ് നെക്ലസിൻ്റെ ഒക്കെ ഒരു ഫീൽ തരും. ദിസ് വാസ് മോർ ഗോൾഡ്. എല്ലാ സമയത്തും ഞാൻ ഈ മാല ഇട്ടുകൊണ്ടായിരുന്നത്. ഫുൾ ടൈം എവിടെ പോയാലും ഈ മാലയായിരുന്നു. എനിക്ക് തോന്നുന്നു ഓവർ യൂസ് ചെയ്ത് ഇത് കളർ പോയി. സോ വാട്ട് ഐ ഡിഡ്, എൻ്റെ ഒരു പഴയ ഗോൾഡ് മാല ഉണ്ടായിരുന്നു. അത് എനിക്കിഷ്ടമല്ലാത്തൊരു പൊട്ട ഡിസൈൻ ആയിരുന്നു. നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ കളർ പോയ മാലയും കൊണ്ട് ഒരു ജ്വല്ലറി പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പ്ലീസ് മേക്ക് സംതിങ് എക്സാക്ട്ലി ലൈക്ക് ദിസ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ മാലയാണിത്. ദിസ് ഇസ് 24 karat gold. അപ്പോൾ ഞാനിതിപ്പോൾ ഏതെങ്കിലും വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കമ്മലിടുമ്പോൾ ദിസ് ഇസ് മോർ യെല്ലോ ആൻഡ് ദ അതർ വൺ ഇസ് എ ബിറ്റ് മ്യൂട്ടഡ് യെല്ലോ. അപ്പോൾ ഇതൊന്നിൻ്റെ കൂടെ എനിക്ക് ഇടാൻ പറ്റില്ല. ഇതാണ് ആ മാലയുടെ ഗ്രീൻ പെൻഡൻറ്റ്. ഇത് കൂടുതൽ യെല്ലോ ആയിരുന്നു, പക്ഷെ എന്നാലും ഇതിൻ്റെ അത്ര ഒരു സ്പാർക്ലി യെല്ലോ അല്ല. അൺഫോർച്ചുനേറ്റ്ലി ഐ ക്യാൻ വെയർ ഇറ്റ് നൗ ബിക്കോസ് ഓവർ യൂസ്ഡ് ആൻഡ് കളർ പോയി. നെക്സ്റ്റ് പീസ് ഇസ് വെരി സ്പെഷ്യൽ ടു മീ. ഇതെനിക്ക് ഒരു ജ്വല്ലറി, ഐ ഫൊഗോട്ട് ദെയർ നെയിം. മോണിക്ക വിനാൻഡറിൻ്റെ കുറേ PR കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കോൺസ്റ്റൻറ്റ് PR ജ്വല്ലറി ബ്രാൻഡ്സ് സ്റ്റാർട്ടഡ് ടു റീച്ച് ഔട്ട് ടു മീ. ഇതുപോലെ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി ദ മാല ഇസ് ദിസ് വൺ, ബട്ട് now I am wearing it like this. This is an anatomically correct heart. I have an obsession with hearts. This is not an actual pendant. ഇത് ഞാനൊരു കീ ചെയിൻ വാങ്ങിയതാണ്. ദിസ് വാസ് എ കീ ചെയിൻ. ഇത് കീ ചെയിനിൻ്റെ അകത്ത് കിടന്നിരുന്ന ഒരു ചാം പോലത്തെ സാധനമായിരുന്നു. ഇതിൻ്റെ കളർ ഇതുവരെ പോയിട്ടില്ല. കുറേ നാളായി ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാല എന്തായാലും വെറുതെ ആയിരിക്കും. ഇതിൻ്റെ ലോക്കറ്റ് ആണെങ്കിൽ കളർ പോയി. ദിസ് ഇസ് അഗെയിൻ 18 karat. എനിക്കിപ്പോൾ ട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ മാല ഇട്ടു. And it became so beautiful. എവിടെ ഞാൻ ഈ മാല ഇട്ടിട്ട് പോയാലും people ask me, like people who notice these things, they ask me എവിടെന്നാ ഇത് കിട്ടിയേ. I don't have an answer. This is a random chain. You can get it anywhere. But this pendant is very special. This is a key chain which I made it into a pendant. And it's so beautiful. It looks so special. It looks so unique. Moving on to another silver jewelry piece. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ജോർദാനിയൻ അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. സംഹൗ ലുക്ക് ലൈക്ക് നിപ്പിൾസ് ടു മീ. ഇത് ഒരു ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദ റിസംബ്ലൻസ്. ഇറ്റ് ലുക്സ് ലൈക്ക് നിപ്പിൾ ടു മീ. ആൻഡ് ഇതൊരു ഫേമസ് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ഒരു സീരിയൽ കില്ലർ, ഹി യൂസ് ടു കിൽ his female victims, and he used to take out the nipple part of them and make
jewelry like this. ഇത് ജ്വല്ലറി കണ്ടപ്പോൾ ഞാൻ ആ സീരീസ് കണ്ട സമയത്താണ് ഞാൻ ഈ ജ്വല്ലറി കാണുന്നത്. It looked like that and I have never seen this kind of a design anywhere else and I thought it's unique to have in my collection. This is handmade by that Apupen and I bought it instantly. Do I regret it? And anyway, I didn't buy it from a psychotic killer. This is handmade jewelry made by an Apupen. Hopefully he is not a psychotic murderer. So this is one of my favorite pieces from my collection. Next jewelry is very special in a way. World famous artist Michelangeloയുടെ The Creation of Adam എന്ന് പറയുന്ന പെയിൻറ്റിങ്ങിൽ നിങ്ങൾ കാണുന്ന ആ കൈയാണ്. ആ കൈ ഇൻസ്പയർ ആയിട്ട് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന ജ്വല്ലറിയാണിത്. ഇത് ഞാൻ അർമേനിയയിൽ നിന്ന് വാങ്ങിയതാണ്. ദിസ് ജ്വല്ലറി മേക്കർ ഹീസ് ആൻ എക്സെപ്ഷണൽ ആർട്ടിസ്റ്റ്. കുറേ ജ്വല്ലറി ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും യുണീക്കായിട്ട് തോന്നിയത് ഇതാണ്. ആൻഡ് ഐ ഇൻസ്റ്റൻ്റ്ലി ബോട്ട് ദിസ്. ഇതും സിൽവറാണ്. ഇറ്റ് ഹാസ് എ വെരി റഫ് ഫിനിഷ്. ഇങ്ങനെ ബ്ലാക്ക് കളറൊക്കെ കാണാം നമുക്ക്. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. വെള്ള കളർ ഷൈനി സിൽവർ അല്ല. ഇറ്റ് ലുക്സ് worn out in a way, in a beautiful way. ഇത് adjustable ആണ്, so I can wear it any way I want. So this is one of my special jewelry from my collection. അടുത്ത ജ്വല്ലറിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതും അഗെയിൻ സിൽവർ ജ്വല്ലറി ആണ്, പ്യുവർ സിൽവർ. പക്ഷെ ഇതിന്റെ കല്ലൊക്കെ പോയി. അതാ മാല ദാറ്റ് ഐ ലവ്. ഷാർജയിലുള്ളൊരു ഡിസൈനർ, അവർക്കൊരു സ്റ്റോർ ഉണ്ട് അവിടെ, വെഡിങ് ഡ്രസ്സസിൻ്റെ. അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ ഗൗണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ നമ്മൾ കുറേ ദിവസം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഷീ ബിക്കെയിം ക്ലോസ് ടു മീ ആൻഡ് ഐ തിങ്ക് ഓൺ ദ തേർഡ് ഡേ വി ഡിസൈഡഡ് ഓൺ മൈ ഗൗൺ. അങ്ങനെ ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഷീ സെഡ് ദിസ് ഇസ് ഫോർ യു. ഷീ ഗിഫ്റ്റഡ് മീ ദിസ് ജ്വല്ലറി. ആൻഡ് വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് ഇസ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പെൻഡൻറ്റിൽ എഴുതിയിരിക്കുന്ന ഫ്രീഡം എന്നാണ്. I don't know in what way she gave it to me because I was getting married and usually marriage is seen as a chain, like a restriction for women. Usually എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, but around the world if we think about marriage it's like it comes with a lot of restriction. ഇനി ആ അർത്ഥത്തിലാണോ she didn't know much English, അപ്പോൾ ആ അർത്ഥത്തിലാണോ നമ്മളിങ്ങനെ മുറി ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ അർത്ഥത്തിലാണോ നീ മാരേജിലും നീ ഫ്രീഡം കണ്ടെത്തട്ടെ എന്നുള്ള അർത്ഥത്തിലാണോ എനിക്കിത് തന്നതെന്ന് അറിയില്ല. പക്ഷേ we are still in touch. This is a gift from her. ഇത് എൻ്റെ കയ്യിലുണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. കാരണം ഇത് അപ്പോൾ അവർക്ക് ജ്വല്ലറി കളക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഗൗണ് വാങ്ങാൻ വരുന്ന ആൾക്കാർ അവിടെ നിന്ന് തന്നെ ജ്വല്ലറി വാങ്ങും, ടിയാറാസ് വാങ്ങും, കമ്മൽ വാങ്ങും, വാച്ചസ്, എവറിത്തിങ് ദാറ്റ് ഗോസ് വിത്ത് വൈറ്റ് ഗൗൺസ് ഷീ ഹാസ്. കുറേ കുഞ്ഞി ആക്സസറീസ്. അതിലൊരു ആക്സസറി ഷീ സെലക്റ്റഡ് ആൻഡ് ഷീ ഗേവ് ഇറ്റ് ടു മീ. സോ ദിസ് ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് ഇപ്പോഴും ഞാൻ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടാറുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതൊരു ബ്യൂട്ടിഫുൾ കമ്മലാണ്. ഇതുപോലെ ലോക്കൽ ആർട്ടിസ്റ്റ്, ഞാൻ കെനിയ പോയ സമയത്ത് അവിടുത്തെ ലോക്കൽ അവിടുത്തെ സ്ത്രീകൾ കുറേ കൈവച്ച് കുറേ ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ്സ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ജ്വല്ലറി, തുണികൾ കൈവച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജ്വല്ലറീസും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ അവർ കൈവച്ചാണ് ഉണ്ടാക്കുന്നത്. മെയിൻലി പെണ്ണുങ്ങളാണ് ജ്വല്ലറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സ്ത്രീകൾ വിൽക്കുന്ന ജ്വല്ലറീസിൽ ഒരു ജ്വല്ലറി ആയത് ഞാൻ 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഐ തിങ്ക് ഐ ഷുഡ് വെയർ ദീസ് ടു ടുഗെദർ. ഇത് സ്പെഷ്യൽ ആണോ എന്ന് വെച്ചാൽ സിൻസ് ഐ ബോട്ട് ഇറ്റ് ഫ്രം ട്രൈബൽ വിമൻ ഇൻ കെനിയ ഇറ്റ് ഈസ് സ്പെഷ്യൽ. നമുക്കിത് സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി അല്ല. ആൻഡ് ഇറ്റ് ഈസ് ഈവൻ മോർ സ്പെഷ്യൽ ദാറ്റ് വി ആർ ഹെൽപ്പിംഗ് ദം. നമ്മൾ ചെയ്യുന്ന പർച്ചേസ് ഒക്കെ അവരുടെ കമ്മ്യൂണിറ്റീനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ യാ, നെക്സ്റ്റ് വൺ ഇസ് അനദർ റിംഗ്. ദിസ് ഓൾസോ ഐ ബോട്ട് ഫ്രം ദാറ്റ് വണ്ടർലെസ് ഗോ വെബ്സൈറ്റ്. ഇതും 14 ക്യാരറ്റ് ആണ്. പക്ഷേ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഇടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കളർ ഇതുവരെ പോയിട്ടില്ല. ഇതെന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എ ലിയോ. എൻ്റെ സൺസൈൻ ലിയോ ആണ്. അപ്പോൾ ലിയോ സൺസൈൻകാരുടെ നമ്മൾ ഈ ചാർട്ട് പോലെ വരയ്ക്കില്ലേ, ഈ എന്താ പറയുക എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ എക്സാക്ട് വേർഡ് ഫോർ ഇറ്റ്. പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റാർസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, അതാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഓൾസോ ദർ സ്റ്റോൺ ഇൻസൈഡ്. നക്ഷത്രം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ആൾക്കാർ ഈ ഇതൊക്കെ വരയ്ക്കില്ലേ, അതുപോലത്തെ ലിയോന്റെ നക്ഷത്രം പ്ലേസ്മെന്റ് ആണിത്. നോക്കി ഞാൻ വാങ്ങി വെച്ച ഒരു ജ്വല്ലറി, ഒരു മോതിരമായത്. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ടു. അടുത്തതൊരു ബിഗ് നെക്ലെസ് ആണ്. ഇതും ഞാൻ കെനിയ പോയപ്പോൾ ഒരു ലോക്കൽ ഡിസൈനർ, ദിസ് നോട്ട് എ ട്രൈബൽ വുമൺ, ഇതൊരു ലോക്കൽ ഡിസൈനറിന്റെ കളക്ഷനാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര യുണീക്ക് ആയിട്ട് തോന്നി. ആൻഡ് ദെൻ ഐ ഇൻസ്റ്റന്റ്ലി ബോട്ട് ദിസ്. ഇതാണ് ആ നെക്ലെസ്. ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് വൈറ്റ് നെക്ക് ഈവനിങ് ബ്ലാക്ക് ഗൗൺ ഓർ ജസ്റ്റ് എ ബ്ലാക്ക് ഡ്രസ്. പക്ഷേ ഓപ്പൺ നെക്ക് ആയിരിക്കണം.
ഈവൻ ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടും ഇത് ഭയങ്കര ഭംഗിയുണ്ട്. ഞാനിത് വാങ്ങിയിട്ട് ഇട്ടിട്ടേ ഇല്ല. ഐ സ്റ്റിൽ ഡോണ്ട് ഹാവ് ദാറ്റ് പെർഫെക്റ്റ് ഡ്രസ് ടു വെയർ ദിസ് വിത്ത്, to style this with. Also, I like this green element in this. I love this type of green color in my jewelry. Next one is gold jewelry. എനിക്ക് കുറച്ച് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗോൾഡ് ജ്വല്ലറി ഒന്നും അങ്ങനെ ഡെയിലി വെയറിന് പറ്റിയ ഗോൾഡ് ജ്വല്ലറി അല്ല. പഴയ ഡിസൈനാണ്. നമ്മൾ ആരും അത് മാറ്റാനോ ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ജ്വല്ലറി കടയിൽ പോയിട്ട് അവരോട് ചോദിക്കാം. ഭയങ്കര ഷൈനി അല്ലാതെ, ആ മാല വാങ്ങുന്ന സമയത്ത് എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അധികം ഷൈനി അല്ലാത്ത ഒരു മാറ്റ് ഫിനിഷുള്ള പ്ലെയിൻ ഗോൾഡ് ബാംഗിൾസ് ഉണ്ടാക്കി തരുമോ? സോ ഐ ക്യാൻ വെയർ ഇറ്റ് എവറി ഡേ. ഐ ക്യാൻ പെയർ ഇറ്റ് വിത്ത് മോഡേൺ ആൻഡ് എത്തനിക് വെയർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ബാംഗിൾസ് ആണിത്. ഈ സെയിം ടൈപ്പ് ഓഫ് ബാംഗിൾസ് ഇപ്പോൾ വലിയ വലിയ ഡിസൈനർ കളക്ഷൻ ആയിട്ട് 18 ക്യാരറ്റിൽ ദേ സ്റ്റാക്ക് ഇറ്റ് ലൈക്ക് 6 to 7 പീസസ് സ്റ്റാക്ക് ചെയ്തിട്ടൊക്കെ ആൾക്കാർ ഈവനിങ് ഗൗൺസിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് 2 ഉള്ളൂ. എൻ്റെ പഴയ 2 വള മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ മാറ്റ് ഫിനിഷ്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് വള ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ആക്സസറി ആ വള. സോ ദിസ് ഈസ് എ വെരി നൈസ് ടിപ്പ് ഫോർ യു ഇഫ് യു ഹാവ് വെരി ഓൾഡ് ഡിസൈൻ ബാംഗിൾസ് വിച്ച് യു ഡോണ്ട് ലൈക്ക് ടു വെയർ ഓൺ എൻ എവറി ഡേ ബേസിസ്. ഇതുപോലെ മാറ്റ് ഫിനിഷ്ഡ് പ്ലെയിൻ ഒരു ഡിസൈനും ഇല്ലാത്ത ബാംഗിൾസ് ആക്കിയാൽ യു ക്യാൻ വെയർ ഇറ്റ് വിത്ത് എനിത്തിങ് ദാറ്റ് യു ലൈക്ക്. ഇത് ഓൾറെഡി ഒരു വലിയ ലെങ്തി വീഡിയോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ലൈറ്റ് മൊത്തം പോയി. അതുകൊണ്ട് ഞാൻ ക്യാമറ ഒക്കെ സെറ്റപ്പ് ഒക്കെ മാറ്റിയത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നോട് പറയണം എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ഏതാണ്, ഇഷ്ടപ്പെട്ട ജ്വല്ലറി ഏതാണ് എന്നൊക്കെ. നിങ്ങൾക്ക് അത് ഇഫ് യു തിങ്ക് ഇറ്റ്സ് ഫൺ ടു ലിസൺ ടു സച്ച് തിങ്സ് ഐ വിൽ മേക്ക് എ പാർട്ട് 2 ഓഫ് മൈ ജ്വല്ലറി സീരീസ് ഒന്നും അല്ല, അങ്ങനെ സീരീസ് ആക്കാൻ മാത്രം കുറേ ജ്വല്ലറി ഒന്നും ഇല്ല. ബട്ട് ഐ തിങ്ക് വിമൻ ഫൈൻഡ് ദീസ് തിങ്സ് ഇൻട്രസ്റ്റിംഗ്. ഇതിൻ്റെ പിന്നിലൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച് ടോക്കിംഗ് അബൌട്ട് ദിസ് jewelry and the story behind them. അപ്പോൾ let me know what you think and I'll see you in my next video.